മുണ്ടക്കൈ ചൂരൽമല ദുരന്തം കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂരൽമലയിലും ആളുകൾ ചികിത്സയിലുള്ള വിംസ് ആശുപത്രിയിലുമൊക്കെ എത്തിയിരുന്നു. അന്ന് പ്രധാനമന്ത്രി നേരിട്ട് ആശുപത്രിയിൽ എത്തി സന്ദർശിച്ച അരുൺ PC ആണ് നമ്മളോടൊപ്പം ചേരുന്നത്. പ്രധാനമന്ത്രി നേരിട്ട് കണ്ടതാണ് അരുണിനെ. കാലിന് പരിക്ക് പറ്റി ചികിത്സയിലായിരുന്നു. അന്ന് പ്രധാനമന്ത്രി വന്ന് പോയൊരു സമയത്തുള്ളൊരു പ്രതീക്ഷ ഇപ്പോൾ അതേപോലെ ഉണ്ടോ? ആ സമയത്ത് ഹോസ്പിറ്റലൈസ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ രീതിക്കായിരുന്നു കാര്യങ്ങൾ നടന്നു വരുന്നത്. എല്ലാവരും വന്ന് കാണുന്നു, സംസാരിക്കുന്നു, പോകുന്നു. പിന്നീട് ഈ അടുത്തൊരു മന്ത്രിയുടെ പരാമർശം ഉണ്ടായിരുന്നു, ഇതൊരു ദേശീയ ദുരന്തം ആക്കില്ല, അതിനുള്ള വകുപ്പില്ല എന്നുള്ളത്. അപ്പോൾ അതോടെ നമ്മളെ പ്രതീക്ഷകൾ അസ്തമിക്കുകയാണ്. പ്രധാനമന്ത്രി അന്ന് എന്തെങ്കിലും സംസാരിച്ചിരുന്നോ അരുണിനോട്? ഉണ്ടായ ഇൻസിഡൻറ്റിനെ കുറിച്ച് ചോദിച്ചു. ഒരു ട്രാൻസ്ലേറ്റർ ഉണ്ടായിരുന്നു പുറത്ത്, മൂപ്പര് മുഖേനയായിരുന്നു കമ്മ്യൂണിക്കേഷൻ. അരുൺ ഹോസ്പിറ്റൽ ബെഡ് കിടന്ന് സംസാരിച്ചു. അതൊക്കെ കഴിഞ്ഞപ്പോൾ എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സഹായം ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു. പിന്നെന്താ, തീർച്ചയായിട്ടും. കാരണം PM വരുന്നു, ഹോസ്പിറ്റലിൽ വരുന്നു, എല്ലാ രോഗികളെയും കാണുന്നു, ദുരന്ത സ്ഥലം സന്ദർശിക്കുന്നു. അപ്പോൾ നമുക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നു. ഈ അടുത്ത മന്ത്രിൻ്റെ പരാമർശം കൂടെ ആയപ്പോൾ ആ ഹോപ്പ് അങ്ങോട്ടോ ഇല്ലാതായി. ഇനിയിപ്പോൾ എങ്ങനെയാണ് മുന്നോട്ടുള്ള ഒരു ലൈഫ്? എന്താ ചെയ്യുന്നു ഇപ്പോൾ? മുന്നോട്ടുള്ളത് ഇപ്പോൾ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ കമ്പനി പറഞ്ഞിട്ട് വർക്ക് ഹോം ആക്കാനുള്ള ശ്രമത്തിലാണ്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരു സപ്പോർട്ട്, സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വാടക അല്ലാതെ എന്തെങ്കിലും ഒരു സപ്പോർട്ട് ഉണ്ടോ? സപ്പോർട്ട് ചികിത്സ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു അടിസ്ഥാന സഹായം ഒരു 10,000 രൂപ, പിന്നെ ഒരു 300 വെച്ച് കയറുന്ന ഒരു 9,000 രൂപ. 9,000 കയറി. അപ്പോൾ അതാണ് അരുൺ പറയുന്നത്. അന്ന് പ്രധാനമന്ത്രി ആശുപത്രിയിലെത്തിയൊക്കെ സംസാരിച്ചപ്പോൾ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു കേന്ദ്ര സഹായം കിട്ടുമെന്ന്. പക്ഷേ കഴിഞ്ഞ ആഴ്ച അത്തരത്തിൽ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന പ്രഖ്യാപനം വന്നപ്പോൾ വലിയ നിരാശയുണ്ട്. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.